ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൈപ്പർ സ്പേസ് ആണ്. നമ്മൾ ഓൾറെഡി ഈ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് ഹൈപ്പർ സ്പേസ് എന്നുള്ളത്. അത് ഞാൻ പറയാം. നമ്മൾ ഹൈപ്പർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വി എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. വി ഇതിന്റെ ഡയമെൻഷൻ ഞാൻ ഈ ബ്രാക്കറ്റിൽ നിന്ന് സ്മോൾ n ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഹൈപ്പർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഇതിന്റെ n-1 ഡയമെൻഷനുള്ള ഏത് സബ് സ്പേസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ സ്പേസ് എന്ന് പറയുന്നത്. സോ ഒരു ഹൈപ്പർ സ്പേസ് എന്ന് പറഞ്ഞാൽ വീട് ഒരു സബ് സ്പേസ് ആണ്. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് എന്താ, അതിന്റെ ഡയമെൻഷൻ n-1 ആണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. എല്ലാ വെക്ടർ സ്പേസിനും നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ പറഞ്ഞ വീട് ഡയമെൻഷൻ n ആണെന്ന്, അല്ലെങ്കിൽ ഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്. ഈ എങ്ങനെ ഇത് വാല്യൂസ് എടുക്കുക, അതിലല്ല പ്രോബ്ലം. നമ്മളെ ഓൾവേസ് ഒരു വെക്ടർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആകണമെന്നുണ്ടോ? ഇല്ല. ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ലാത്ത വെക്ടർ സ്പേസസ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് PFR. നമുക്കറിയാം ഇതിന്റെ ഡയമെൻഷൻ ഇൻഫിനിറ്റി ആണ്. കാരണം ഇതിന്റെ ബേസിസ് എന്താണ്, സെറ്റ് 1 x x² എക്സെട്രാ. അതുകൊണ്ട് ഇത് ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്. സോ ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ ആയ ഒരു വെക്ടർ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇങ്ങനെ അതിന്റെ ഡയമെൻഷൻ n എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ n-1 ഡയമെൻഷൻ ഒരു സബ് സ്പേസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് ഹൈപ്പർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, n-1 ഡയമെൻഷനുള്ള സബ് സ്പേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു അർത്ഥം എന്താ, അത് അവിടെ പ്രോപ്പർ സബ് സ്പേസിലെ ഏറ്റവും വലിയ ഒരാൾ, അല്ലെ, മാക്സിമൽ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ഹൈപ്പർ സ്പേസിന്റെ കൺസെപ്റ്റ് ഡെഫിനിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, let V be a vector space. We want to define hyperspaces. Unless V is finite dimensional, we cannot do that with the dimension n-1 subspace dimensional subspace എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഫോളോയിങ് വേയിലാണ് ഇത് ചെയ്യാം. എങ്ങനെയാണ്, n ആദ്യം ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണ് എന്ന് പറയും. രണ്ടാമത്തത് നമ്മൾ അതിനൊരു മാക്സിമൽ ആയിട്ടുള്ള പ്രോപ്പർ സബ്സ്പേസ് ആണ് എന്ന് പറയും. മാക്സിമൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, W ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ n ഒരു മാക്സിമൽ സബ്സ്പേസ് ആണെന്ന് പറയാം. W n കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആണെങ്കിൽ ഒന്നുകിൽ W എന്തായിരിക്കും, n തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ W എന്തായിരിക്കും, V ആയിരിക്കും. അപ്പോൾ മാക്സിമൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ അതായത് നമ്മളെ വിയിലുള്ള ഒരാളാണ് n. അപ്പോൾ ഇതാണ് n എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ n ഒരു മാക്സിമൽ സബ്സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ W എന്ന് പറഞ്ഞാൽ ഈ n-നെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ W രണ്ടാളാകാനേ കഴിയും. ഒന്നുകിൽ n തന്നെയായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, W V ആയിരിക്കും. അല്ലാതെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരില്ല. V അതായത് നമ്മൾ n-നെ കണ്ടെയ്ൻ ചെയ്യാം, പക്ഷേ n-നെക്കാളും വലുതാണ് എന്നുള്ളൊരു സാഹചര്യം വരില്ല. അതാണ് മാക്സിമൽ സബ്സ്പേസ് എന്ന് പറയുന്നത്. സോ ഒരു ഹൈപ്പർ സ്പേസ് നമ്മൾ ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ലാത്ത കേസിൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ, ലെറ്റ് V be a vector space. A hyperspace in V is a maximal proper subspace of V. Maximal and proper subspace of V. നമ്മൾ n-1 ഡയമെൻഷൻ ഉള്ളത് എന്നുള്ളതിന്റെ എല്ലാ കേസിലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ്. n-1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ ആണെന്നാണ് അതിന്റെ ഒരു മീനിങ്. രണ്ടാമത്തത് അത് ഏറ്റവും വലിയ അങ്ങനെയുള്ള ഒരു സബ്സ്പേസ് ആണ്. അതാണ് നമ്മുടെ മാക്സിമൽ സബ്സ്പേസ്. അപ്പോൾ മാക്സിമലിന്റെ ഡെഫിനിഷനാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. n ഒരു മാക്സിമൽ എന്ന് പറയാൻ n-നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആണ് W എങ്കിൽ ഒന്നുകിൽ W n തന്നെയായിരിക്കും, അല്ലെങ്കിൽ W വേറെ ആകാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് V ആണ്. സോ ഇങ്ങനെയാണ് ഒരു ഹൈപ്പർ സ്പേസിനെ നമ്മൾ ജനറലി ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഈ ഡെഫിനിഷൻ ഫൈനൈറ്റ് ഡയമെൻഷണൽ കേസിലും ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ കേസിലും എല്ലാം വാലിഡ് ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈപ്പർ സ്പേസിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് കൂടെ പറയാം. സോ V ഒരു സബ് സ്പേസ് ആണ് എന്ന് വിചാരിക്കാം. n ഇതിന്റെ ഒരു സപ്പോസ് ഞാൻ ചെറിയ വെച്ച ബോക്സ് ആണ് n ഒരു ഹൈപ്പർ സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് n-ന്റെ പുറത്ത് കുറച്ച് എലമെന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ n-ന്റെ പുറത്ത് ആൽഫ എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ടാവും. n-ന്റെ പുറത്ത്, കാരണം ഇത് പ്രോപ്പർ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ആൽഫ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടാവും. അത് n-ന്റെ പുറത്തായിരിക്കും, വീട് ഉള്ളിലും. ഇനി n is a ഹൈപ്പർ സ്പേസ് if and only if എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിസൾട്ട് ഉണ്ട്. n is a hyper space if and only if. നിങ്ങൾ ഓൾവേസ് ഓർമ്മിച്ച് വെക്കുക. നമുക്ക് എന്താണ്, n-ന്റെ പുറത്തൊരു ആൽഫ ഉണ്ടായിരിക്കും. ആ ഫിഗറിലുള്ള പോലെ നിങ്ങൾ ഓർമ്മിക്കാം. സച്ച് ദാറ്റ് ഇവിടെ വീലുള്ള ഏത് ബീറ്റയും, ബീറ്റ എലമെന്റ് ഓഫ് V ആണെങ്കിൽ വീലുള്ള ഏത് ബീറ്റയും എനിക്ക് എങ്ങനെ എഴുതാൻ കഴിയും, ബീറ്റ ഇസ് ഈക്വൽ ടു സം എലമെന്റ് ഇൻ n. ആ എലമെന്റിനെ ഞാൻ ഗാമ എന്ന് വിളിക്കുകയാണ്. ഗാമ പ്ലസ് എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് C ഇൻറ്റു ആൽഫ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. നിങ്ങളിത് ഓൾവേസ് ഈ ഹൈപ്പർ സ്പേസിന്റെ ഡെഫിനിഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പം ഇതാണ് നമ്മൾ n is a ഹൈപ്പർ സ്പേസ് if and only if എന്താണ്, അതായത് n ഒരു ഹൈപ്പർ സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും, n-ന്റെ പുറത്ത് നമുക്ക് ആൽഫ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. ഇനി V-ന്റെ അകത്തുള്ള ഏത് ബീറ്റയും നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ കഴിയും. ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ. ഗാമ എന്ന് പറഞ്ഞാൽ എവിടെയുള്ള ആളാണ്, n-ലുള്ള ആളാണ്, പ്ലസ് C ഇൻറ്റു ആൽഫ. അപ്പോൾ ഗാമ n-ലുള്ള ഏതെങ്കിലും ഓരോ ബീറ്റ് എടുക്കുമ്പോഴും നമ്മൾ ഈ ഗാമയും C എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഗാമ n-ലുള്ള എലമെന്റ് ആണ്. C എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ആണ്. ആൽഫ നമ്മൾ നേരത്തെ പറഞ്ഞ n-ന്റെ പുറത്തുള്ള അതുമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഹൈപ്പർ സ്പേസ് ആണെന്ന് കാണിക്കാനേ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ് സ്പേസ് n തന്നിട്ടുണ്ട്, അത് ഹൈപ്പർ സ്പേസ് ആണെന്ന് കാണിക്കാൻ നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ കാണിച്ചാലും മതി. കാരണം തിയറി ഫൈനലി ആയതുകൊണ്ട് നിങ്ങൾ V-ലുള്ള ഏത് ബീറ്റയും നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ കഴിയും, n-ലുള്ള ഒരു എലമെന്റ് പ്ലസ് C ആൽഫ എന്നുള്ള ഫോമിൽ. ആൽഫ എവിടെയുള്ള ആളായിരിക്കണം, n-ന്റെ പുറത്തുള്ള ആളായിരിക്കണം. സോ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈപ്പർ സ്പേസിന്റെ കൺസെപ്റ്റ് ആണ്. അതായത് ഫൈനൈറ്റ് അല്ലാത്ത വെക്ടർ സ്പേസിൽ പോലും നമുക്ക് ഹൈപ്പർ സ്പേസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ള ഡെഫിനിഷനാണ് ആദ്യം കണ്ടത്. പിന്നെ ഈ ബോക്സിലുള്ള കാര്യം ഇത് ഓൾവേസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുള്ള തിയറംസിലെല്ലാം നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. n ഹൈപ്പർ സ്പേസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ട്രൂ ആവും. നേരെ തിരിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ട്രൂ ആണെന്ന് നമ്മൾ കാണിച്ചാൽ, ഏത് ബീറ്റയ്ക്കും ഈ ഇക്വേഷൻ ട്രൂ ആണെന്ന് കാണിച്ചാൽ നമ്മൾ n ഒരു ഹൈപ്പർ സ്പേസ് ആണെന്ന് നമുക്ക് കാണിക്കാം.